എത്രയോ കാലമായി ഇന്ത്യയിലെ പോലീസ് സംവിധാനം ദലിതരെ വളരെ മുൻവിധിയോടെ സമീപിക്കുന്നുണ്ട്. ദലിതർക്കെതിരായിട്ടുള്ള കേസുകളിൽ എഫ്ഐആർ ഇടാൻ മടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ കേസുകളിലും ദലിതരെ പ്രതിയാക്കാൻ അമിതമായ ആവേശം കാണിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. 1999 ആംനസ്റ്റി ഇൻ്റർനാഷണൽ പുറത്തുവിട്ടിട്ടുള്ള ഒരു ഹെയ്റ്റ് ആൻഡ് ക്രൈംസ് അഗൈൻസ്റ്റ് അൺടച്ചബിൾസ് എന്ന മറ്റു പേരുള്ള ഒരു റിപ്പോർട്ടിനകത്ത് അവർ ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് വളരെ ആഴത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ ദലിതുകൾക്കെതിരായിട്ടുള്ള പരാതികൾ, ദലിതുകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വന്നാൽ ആ പരാതികളോട് പോലീസിന് എപ്പോഴും ഒരു മൃദുവായ സമീപനമായിരിക്കും. കേസെടുക്കാൻ എപ്പോഴും മടിയായിരിക്കും. നമുക്ക് ഹാത്രസ് ഓർമ്മയുണ്ട്. ഹാത്രസ് സംഭവത്തിൽ പരാതി വന്നപ്പോൾ അതൊരു വ്യാജ കഥയാണെന്ന് പറഞ്ഞ് ആദ്യം അതിൽ ആക്ട് ചെയ്യാൻ മടിക്കുകയാണ് ഇന്ത്യയിലെ പോലീസ് ചെയ്തത്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ബിന്ദുവിൻ്റെ കഥ മുതൽ പുറകിലേക്ക് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനെ പിന്നിലേക്ക് പോകുന്തോറും നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മളെ തകർക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദലിതർക്ക് നീതി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഇനിയും സാധ്യമായിട്ടില്ലാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമയുണ്ട്. അതിൽ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രം സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. ഇദ്ദേഹം ചാർജ് എടുക്കാനായിട്ട് ആദ്യം കയറി വരുന്ന സന്ദർഭത്തിൽ ഒരു മാലമോഷണ കേസിൽ പോലീസ് ആരെയോ ചോദ്യം ചെയ്യുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അവിടേക്ക് വന്നിട്ട് ഗർഭിണിയായ സ്ത്രീയോട് മാല തിരിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അവർ ഇല്ലെന്ന് പറയുമ്പോൾ അവരുടെ നാഭിക്ക് തൊഴിക്കും. നിൻ്റെ ഗർഭം കലങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാല അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇവരാണ് പ്രതികളെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലടാ എന്ന് മറ്റു പോലീസുകാരോട്. അപ്പോൾ പോലീസുകാർക്ക് ചില വിചാരങ്ങളുണ്ട്. ചില ആളുകളെ കണ്ടാൽ പ്രതികളാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണ് ഈ ബിജു എന്നൊരു സിനിമയുണ്ടല്ലോ, ആക്ഷൻ ഹീറോ ബിജുവിൽ ദലിത് സ്വഭാവമുള്ള ദലിത് രൂപമുള്ള മനുഷ്യന്മാരെ പോലീസ് സമീപിക്കുന്നതിൻ്റെ രീതി നമുക്ക് കാണാൻ പറ്റും. മുടി വളർത്തിയെ കാണുമ്പോൾ ഉള്ള പോലീസിൻ്റെ പ്രശ്നം, ഇയാളുമായിട്ട് പ്രേമത്തിലാണെന്ന് ഒരു ഓട്ടോക്കാരനായ ഒരു ദലിത് യുവാവിനെ കാണിക്കുമ്പോൾ ഇവനെയാണോ പ്രേമിക്കാൻ കിട്ടിയെന്നുള്ള ചോദ്യം. ഇങ്ങനെ പോലീസ് ശരിക്കും ആ സിനിമ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഗതികൾ അതേപോലെ കാണിക്കുന്ന സിനിമകളിലൊന്നാണ്. അത്ര റിയലിസ്റ്റിക്കായി സമീപിക്കുന്ന സിനിമയാണ്. ആ സിനിമയ്ക്കകത്തുണ്ട് പോലീസിൻ്റെ സമീപനം എന്താണെന്നുള്ളത്. ഒരു പുതിയ കാര്യമേ അല്ല. അപ്പോൾ ദലിതർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന വിവേചനം എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. പക്ഷേ അതിൽ നമുക്കൊട്ടും മാറി അടക്കാൻ പറ്റുന്നില്ല. നമ്മളൊട്ടും അതിൽ നിന്ന് ഒന്നും ഒരു പുരോഗതി കൈവരിക്കുന്നില്ലല്ലോ എന്ന ഞെട്ടലാണ് സത്യത്തിലുള്ളത്.